നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യൻ എക്സ്പ്രസും ഇന്ന് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സർക്കുലറാണ് സർക്കാരിൻ്റെ. അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല, പക്ഷേ അത് ലഭിച്ച ആൾക്കാരെ കോട്ട് ചെയ്താണ് ഈ രണ്ട് റിപ്പോർട്ടും. അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് പറയുന്നത് സർക്കാരിൻ്റെ എന്തെങ്കിലും രേഖകൾ മീഡിയക്കോ പബ്ലിക്കിനോ ലീക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എം പിമാരെ അതെടുത്ത് പാർലമെൻറ്റിൽ ഉപയോഗിച്ചാൽ അത് ആ കൺസേൺഡ് ഓഫീസർക്കെതിരെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് നിയമ നടപടികൾ ഉണ്ടാകും എന്നാണ്. അതായത് അഡ്മിനിസ്ട്രേഷനിലെ ഓഫീസേഴ്സിനെ ഹോം മിനിസ്ട്രി ഒഫീഷ്യലായിട്ട് ത്രട്ടൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും രേഖ പുറത്തു പോയി കഴിഞ്ഞാൽ, സർക്കാരിനെ പ്രീതിയില്ലാത്ത എന്തെങ്കിലും ഡോക്യുമെൻ്റ്, എന്തെങ്കിലും ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിയമ നടപടികൾക്ക് വിധേയമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ സർക്കാരുകൾ ചെയ്യുന്നത്, ഒരു സർക്കാർ പൊതുവെ രാഷ്ട്രീയമായി ഡിഫൻസീവിൽ വരുമ്പോഴാണ് ഇങ്ങനെ നടക്കാറുള്ളത്. ബോഫോഴ്സിൻ്റെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ചില നീക്കങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴാണ് അങ്ങനൊരു സംഗതി, ഇങ്ങനൊരു ത്രെട്ട് അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പുതുമയൊന്നും കാണുന്നില്ല. എൻ്റെ പല സീനിയർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും പറയുന്നത് അവരുടെ പ്രൈവറ്റ് സംസാരങ്ങളിൽ പോലും അവർ സർക്കാരിനെ കുറിച്ച് മെൻഷൻ ചെയ്യാറേയില്ല. സർക്കാരിൻ്റെ പ്രീതിയോ നേടേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അവർക്ക് തന്നെ വിശ്വാസമില്ല ആരോടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അഡ്മിനിസ്ട്രേഷനുള്ള മിക്ക സീനിയർ ഓഫീസേഴ്സും. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനൊരു സർക്കുലറിൻ്റെ ആവശ്യകത എന്താണ് ഇപ്പോൾ സർക്കാരിന് ഉള്ളത്? പ്രത്യേകിച്ച് RTI, അതായത് ഇതിന് വേറൊരു തലം കൂടെ ഉണ്ട്. RTIയുടെ ആക്ട് അഡ്മിനിസ്ട്രേഷനെ സുതാര്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, അത് ഏകദേശം ഡെയില്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അതിൽ വെള്ളം ചേർത്തിരിക്കുകയാണ് എന്നും നമുക്കറിയാം. അപ്പോൾ എന്താണ് സർ ഇത് കാണിക്കുന്നത്? ഇന്നത്തെ കേന്ദ്ര സർക്കാർ ടോട്ടലി ഒരു പൊളിറ്റിക്കലി ഡിഫെൻസീവ് സിറ്റുവേഷനിലേക്ക് എത്തപ്പെട്ടു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ഒരു സർക്കാർ സ്വയം ഭയചകിതരാവുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെറിയാനിത്. കാരണം ഇത് കാണിക്കുന്നത് അതിന്റെ അടിയന്തര സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരിക്കാം എന്നുള്ളത്. പക്ഷേ ഇത് കാണിക്കുന്നത്, ഇത് വാസ്തവത്തിൽ ഇതിന് ഇത്തരം ഒരു സർക്കുലറിന്റെ ആവശ്യമില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടക്ട് റൂൾസിൽ അത്തരത്തിലുള്ള ഒരു വളരെ പ്രകടമായിട്ട് തന്നെ അറിയുന്നതാണ് സർക്കാരിന്റെ രഹസ്യങ്ങൾ, സർക്കാർ ഫയലുകൾ നിങ്ങൾ പുറത്തൊരാൾക്ക് കൊടുക്കരുത് എന്നുള്ളത് ഒരു ലിഖിതമായിട്ടുള്ള കോണ്ടക്ട് റൂൾസുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെയും നിലവിലുണ്ട്. എന്നിട്ട് വീണ്ടും ഇത്തരം ഒരു സർക്കുലറിലൂടെ ആഭ്യന്തര മന്ത്രി കാര്യാലയം ഓരോ വകുപ്പിനെയും അറിയിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോരുന്നു എന്ന ഒരു തിരിച്ചറിവ്. രണ്ട്, കൃത്യമായി ഇപ്പം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അദാനി അംബാനി കൂട്ടുകെട്ടുകളുടെ, പ്രത്യേകിച്ച് സാമ്പത്തിക വകുപ്പുകളിൽ നിന്ന് അതിവേഗം നമുക്ക് ഏതൊരാൾക്കും കമ്പനി തലത്തിലോ മാധ്യമ തലത്തിലോ എടുക്കാവുന്ന ഡാറ്റ പോലും, അല്ലെങ്കിൽ വളരെ പരസ്യമായി കഴിഞ്ഞിരിക്കുന്ന രേഖകൾ പോലും, അതിന്റെ വാലിഡേഷന് വേണ്ടിയുള്ള ഡാറ്റ, ഇവ പോലും പോകരുത്. അതിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന്, താങ്കൾ സൂചിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് കാണിക്കുന്നത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ്. അതിന്റെ അർത്ഥം അതിനെ തുടർന്ന് എന്ത് തരം കേസുകൾ വേണമെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭയപ്പെടുത്തലാണ് ഇതിലുള്ളത്.